നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 679 679. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 679 178 സർഗം രാജാക്കന്മാരുടെ സ്തുതി. അതായത് ജരാസന്ധവധത്തിന് ശേഷം ജരാസന്ധ രാജധാനിയിൽ തടങ്കലിൽ പാർപ്പിക്കപ്പെട്ടിട്ടുള്ള 20,800 രാജാക്കന്മാർ ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 18ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ. തുച്ഛങ്ങളാൽ ഇങ്ങനെ മായ കൊണ്ട് മോടിപ്പെടുത്തിയിടുന്ന സൗഖ്യമല്ല കൊതിപ്പത് ഈ ഞങ്ങൾ മുകുന്ദ നിൻ തൃപ്പദാംബുജോപാസനമൊന്നു മാത്രം. ഞങ്ങൾ ലൗകികമായിട്ടുള്ള സുഖസൗകര്യങ്ങളല്ല കൊതിക്കണത്. ഞങ്ങൾ കൊതിക്കണത് ഹേ മുകുന്ദ അങ്ങയുടെ തൃപ്പദാംബുജോപാസന ഒന്ന് മാത്രമാണ് എന്ന് പറഞ്ഞു. അതാണ് ഇന്നത്തെ കാലത്ത് ഇല്ലാതെ കണ്ടിരിക്കുന്നത്. ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ ശരിയായ വണ്ണം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത് പറയുമ്പോൾ കുറച്ചൊരു വിഷമമുണ്ട്. മനസ്സിലായില്ലേ? എന്തോ ആവട്ടെ. അടുത്ത ശ്ലോകം 19. ഓരോന്നിലും ചെന്നു മനുഷ്യർ മുട്ടി തടഞ്ഞാർന്ന പരാജയത്താൽ. നമ്മുടെ ഇടയിൽ സമൂഹത്തിൽ പലരും പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ പരാജയം മാത്രം. ഓരോന്നിലും ചെന്നു മനുഷ്യർ മുട്ടി തടഞ്ഞ് ആർന്ന പരാജയത്താൽ മടങ്ങി നിന്ത്രിച്ചരണാരവിന്ദം മണഞ്ഞു ഞാൻ നിർവൃതി നേടിയിടുന്നു. ഓരോ രാജാക്കന്മാരും പറയണു, ഞങ്ങളുടെ കുലമഹിമ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ പലവരും പലതരത്തിൽ രാജാധികാരം നിലനിർത്താൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും വേണ്ട. മടങ്ങി നിന്ത്രിച്ചരണാരവിന്ദം മണഞ്ഞുതാൻ നിർവൃതി നേടിയിടുന്നു. നിർവൃതി, ഞങ്ങൾക്ക് മോക്ഷം മതി, ഞങ്ങൾക്ക് ഇനി രാജഭരണം വേണ്ട. ഇത് പറയാനുള്ളൊരു ആർജവം സനാതനധർമ്മത്തിലുള്ളവർക്കുണ്ട്. അതിനാദ്യം ഭഗവാൻ ആരാണ്, ധർമ്മം എന്താണ്, അധർമ്മം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ശ്ലോകം. സ്വപ്നങ്ങൾ നേരാണ് ഉണരും വരയ്ക്കും അതേവിധം തന്നെ മനോജ്ഞമൂർത്തേ. സ്വപ്നങ്ങൾ നേരാണ് ഉണരും വരയ്ക്കും. സ്വപ്നം നടക്കുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് വരെ. എന്നാൽ സുഷുപ്തിയല്ലേ ഇനി. സ്വപ്നങ്ങൾ നേരാണുണരും വരേക്കും അതേവിധം തന്നെ മനോജ്ഞമൂർത്തേ. വെറും സുഖ ആഭാസം ഇതൊക്കെ സത്യസ്വരൂപ നിൻ മുന്നിൽ വിളങ്ങിവോളം. അതായത് വെറും സുഖ ആഭാസം, സുഖത്തിൻ്റെ പേരിൽ ആഭാസം ഇതൊക്കെ സത്യസ്വരൂപ നീ മുന്നിൽ വിളങ്ങുവോളം. അർത്ഥക്രിയാകാരിത, സമ്പത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി. അർത്ഥക്രിയാകാരിത നാമരൂപരസാദിയിൽ കണ്ടു മയങ്ങി മണ്ണിൽ. നാമരൂപരസാദികൾ ഇല്ലേ? വീഞ്ഞ് തന്നെ എത്ര തരം കുപ്പിയിലുണ്ട്, അതിനൊക്കെ വിലയിൽ വ്യത്യാസമുണ്ട്. ആഭൂഷണങ്ങളിൽ ഉള്ള കൊതി, ശരീരത്തിലെ ഡ്രസ്സിനുള്ളൊരു കൊതി, ചുളിവുകളെ നിവർത്തി പരിഹാസമട്ടിൽ മറ്റുള്ളവരുടെ മുമ്പിൽ യൗവനത്തെ കാണിക്കുന്നതിലുള്ളൊരു ത്വരിത മഹാമോശം. ഞാൻ ജരയ്ക്ക് ജരാനരകൾക്ക്
ബാധനല്ല എന്ന് കാണിക്കാൻ എന്തെല്ലാം കുൽസിത ശ്രമങ്ങൾ ഓരോരുത്തരും ചെയ്യണം. എന്താ ആവശ്യം? അപ്പോൾ പറയുന്നു, അർത്ഥക്രിയാകാരിത നാമരൂപരസാദിയിൽ കണ്ടുമയങ്ങി മണ്ണിൽ അത്യന്ത നിസ്സാരം അസത്യം, അത്യന്ത നിസ്സാരം വില പോവാത്തത്, അത്യന്ത നിസ്സാരം അസത്യം എന്നതോർപ്പില്ല മായാകുലനാം മനുഷ്യൻ. മനുഷ്യൻ പല കുലത്തിലുണ്ട്, പക്ഷേ മായാകുലത്തിലാണ് എല്ലാവരും. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും എന്ത് ചെയ്യണു? മായാകുലനാം മനുഷ്യൻ ആ മട്ടിലോരോ വിഷയത്തിലും ചെന്നിരുന്നിടും ഭ്രാന്തമനസ്കനായാൾ. ആ മട്ടിൽ എങ്ങനെയാ? വിഷയത്തിലും ചെന്നിരുന്നിടും ഭ്രാന്തമനസ്കനായാൾ. ഭ്രാന്ത മനസ്സിന് അടിമപ്പെട്ടിട്ടാണ് നശിക്കുന്നത്. നിൻ പാദപങ്കേരുഹ ഭക്തിഭാവമാധുര്യം ഓർപ്പിൽ അതു കാരണത്താൽ. നിൻ പാദപങ്കേരുഹ ഭക്തിഭാവമാധുര്യം ഓർക്കണില്ല. അതു കാരണത്താൽ അനന്തമാധുര്യമൊഴുക്കിടും നിൻ പദാംബുജം തീരെ മറന്നു മന്നിൽ. അനന്തമാധുര്യമൊഴിക്കിടും നിൻ പാദാംബുജം തീരെ മറന്നു മണ്ണിൽ. നിൻ മായതൻ ബാഹ്യവിഭൂതിയിങ്കൽ മാത്രം മയങ്ങുന്നു വെറും മനുഷ്യൻ. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? നിൻ മായതൻ ബാഹ്യവിഭൂതിയിങ്കൽ, അകത്തേക്ക് കിടക്കണില്ല എന്നർത്ഥം. ബാഹ്യവിഭൂതിയിങ്കൽ മാത്രം മയങ്ങുന്നു വെറും മനുഷ്യൻ. 24. അണഞ്ഞു ചെന്ന് അമ്പോടകത്തു മിന്നും ആരാധ്യ ദൈവത്തെ വണങ്ങിടാതെ. എല്ലാവരും പ്രതിമാ പൂജകളിൽ താല്പര്യമുണ്ട്, പക്ഷേ അണഞ്ഞു ചെന്ന് അമ്പോടകത്തു മിന്നും അവരവരുടെ അകത്ത് മിന്നും ആരാധിക്കപ്പെടേണ്ടതായ ചൈതന്യത്തിനെ കണ്ടുപിടിക്കാൻ സാധിക്കണില്ല. ഇപ്പോൾ മണ്ഡലകാലമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും വാദിച്ച് നിറമാലകളാണ്, നിറദീപങ്ങളാണ്. അകത്ത് മിന്നും ഭഗവാനെ മനസ്സിലാക്കണില്ല. ഏവരുടെയും അകത്ത് കൂടസ്ഥനായും അന്തര്യാമിയായും സർവജീവഗുഹാശയനായിട്ടും ഇരിക്കുന്ന ചൈതന്യത്തിനെ മനസ്സിലാക്കണില്ല. ആയിരങ്ങൾ പൊടിക്കുന്നുണ്ട് ഓരോ ദിവസം ഈശ്വരന് വേണ്ടിയിട്ട്, പക്ഷെ ഈശ്വരന് ആരാന്നറിയില്ല. അണഞ്ഞു ചെന്നമ്പോടകത്തു മിന്നും ആരാധ്യ ദൈവത്തെ വണങ്ങിടാതെ പുറംബലിക്കല്ലുകൾ കണ്ടു തെറ്റിദ്ധരിച്ചു നിൽക്കും ജഡനെന്ന പോലെ. ക്ഷേത്രങ്ങളിലുള്ള ബലിക്കല്ല് പുറംബലിക്കല്ലുകൾ കണ്ടു തെറ്റിദ്ധരിച്ചു നിൽക്കും ജഡനെന്ന പോലെ ബുദ്ധിമാന്ദ്യം ഭവിച്ചിരുന്നു എന്നർത്ഥം. ഈശ്വരനെ കണക്ട് ചെയ്യാൻ സാധിക്കണില്ല. പുറത്തുള്ള ബലിക്കല്ലുകൾ കണ്ടിട്ട് ജഡനെന്ന പോലെ നിൽക്കണമെന്നാ. എന്ത് ചെയ്യും? ഇതാരാ പറഞ്ഞത്? താമരശ്ശേരി കൃഷ്ണൻ പട്ടതിരി. അദ്ദേഹം ആരായിരുന്നു? 6-7 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഗുരുവായൂർ പുറപ്പെടാൻ ശന്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണില്ല. നൃപാലനെന്നാകിലും അസ്വതന്ത്രൻ, രാജാവായി അസ്വതന്ത്രനാണെന്ന് മനസ്സിലാക്കണില്ല. നൃപാലനെന്നാകിലും അസ്വതന്ത്രൻ, മനുഷ്യനൻ മട്ടിൽ അഹങ്കരിക്കും. ഞാൻ രാജാവാണ്, ഞാൻ ചക്രവർത്തിയാണ് എന്ന് കൊണ്ട് അഹങ്കരിച്ചിട്ട് എന്താ കാര്യം? കാലാത്മകൻ നിൻ്റെ ഒരൊറ്റ ഊത്തു താങ്ങിയിടുവാൻ പോലും അശക്തനായോൻ. കാലാത്മകൻ, കാലസ്വരൂപനായിരിക്കുന്ന അരൂപിയായിരിക്കുന്ന രൂപമില്ലാത്ത കാലാത്മകൻ എൻ്റെ ഒരൊറ്റ ഒന്ന് ഊതിയാൽ മതി, താങ്ങിയിടുവാൻ പോലും അശക്തനായോൻ. അല്ലേ?
മരണം നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ തൊടാണ്ട് ശരീരത്തെ മയക്കി കെടുത്തുകയാണ്. മരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ശരീരത്തെയാണ് നശിപ്പിക്കുന്നത്. കാരണം എന്താ? നമ്മളുടെ ഉള്ളിൽ കൂടസ്ഥനായിരിക്കുന്ന ചൈതന്യത്തിനെ പേറാനുള്ള അധികാരം കഴിഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം? ഈശ്വരനാകുന്ന ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണം പോലെ ഈ പ്രപഞ്ച നായകനായിരിക്കുന്ന ഈശ്വരനെ ഉള്ളിൽ ധരിക്കാനുള്ള ലൈസൻസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ജന്മാന്തര പാപപുണ്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും ആയുസ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെയാണ് ഈ യമധർമ്മരാജാവ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ബഹുഭൂരിപക്ഷ ആൾക്കാരുടെ പാപം ചെയ്തവരെ. മറ്റവരേനെയോ മതി ഇനി അങ്ങക്ക് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ലീലാവിലാസങ്ങൾ അറിയാൻ വേണ്ടി വൈകുണ്ഠത്തിലേക്ക് പോവാം. അത് സായൂജ സാമീപ്യ സാലോക്യ സാരൂപ്യാദികളെ പലേ വഴിക്കും പരിപൂർണനാം നീ, പലേ വഴിക്കും പരിപൂർണനാം നീ. ഒട്ടൊട്ടൊരൈശ്വര്യം മുഴക്കിടുമ്പോൾ, ഒട്ടൊട്ട് ഐശ്വര്യം മുഴക്കിടുമ്പോൾ അതാതിടം നിൽപ്പവർ മിന്നി, അതാതിടം നിൽപ്പവർ മിന്നി നിന്ന് അലങ്കരിച്ചിടുകയാം ഭ്രമത്താൽ. ബാഹ്യമായിട്ടുള്ള അലങ്കാരത്തിൽ തൃപ്തി വരില്ല, ഇല്ലാത്ത തൃപ്തിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. ആന്തരിക പ്രതിമാസത്തിൽ ഈശ്വരനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സോ സിമ്പിൾ ഇറ്റ് ഈസ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണു? പലേ വഴിക്കും പരിപൂർണനാം നീ, ഒട്ടൊട്ടൊരൈശ്വര്യം ഒഴുക്കിടുമ്പോൾ അതാതിടം നിൽപ്പവർ മിന്നി നിന്നാൽ അഹങ്കരിച്ചിടുകയാം ഭ്രമത്താൽ അലിഞ്ഞതാ. അതാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്. ഇവിടെ അഹങ്കാരം എന്താ? ഇന്നലെ എൻ്റെ ചുറ്റുവിളക്കായിരുന്നു. ഇന്നത്തെ അത്ര മഹിമ ഇന്നത്തെ ചുറ്റുവിളക്കണില്ല. ഇന്ന ആളെ കൊണ്ടാണ് മേളം, ഇന്ന ആളായിരുന്നു തായമ്പക. ഇതെന്താ വഴിപാട് പിന്നെ ചുറ്റുവിളക്കാണോ? എല്ലാം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടും, അതുകൊണ്ടയ്യോ ഇല്ല. അപ്പോൾ അലിഞ്ഞ് അതാൾക്കനുകൂലമാം മട്ടനുഗ്രഹം നൽകും അനന്തമൂർത്തേ. ഭഗവാൻ എന്താ ചെയ്യുന്നത്? അലിഞ്ഞ് അതാത് ആൾക്ക് അനുകൂലമാം മട്ട്, ഓരോരുത്തരും ചെയ്ത കർമ്മഫലത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ നൽകും അനന്തമൂർത്തേ. അറിഞ്ഞിടില്ല അത്ഭുതമാം വിചിത്ര ലീലാരസം നിങ്ങളോർത്തിടാത്തോൻ. അങ്ങയുടെ തിരുവാത പത്മങ്ങളെ ഓർക്കാതെ കണ്ടുള്ള ആൾക്കാർ. അറിഞ്ഞിടില്ല അത്ഭുതമാം വിചിത്ര ലീലാരസം നിങ്ങളോർത്തിടാത്തോൻ. അഹന്തയാർക്കാർക്കും അകറ്റിടും മട്ട്, അഹന്ത ആർക്കാർക്കും അകറ്റിടും മട്ട് അടുത്ത് നീ മിന്നുവതോർത്തിടാതെ. എല്ലാവരുടെയും ഹൃദയ കമലത്തിൽ തേജോപുഞ്ചമായി വർത്തിക്കുന്ന ഭഗവാനെ അറിയാതെ കണ്ട് അഹന്തയാർക്കാർക്കും അകറ്റിടും മട്ടടുത്ത് നീ മിന്നുവതോർത്തിടാതെ. പണ്ടത്രയാം ഹിംസ ഞങ്ങൾ ചെയ്തുള്ളത് ഐശ്വര്യമതം നിമിത്തം. പണ്ട് എത്രയോ ലോക വിഹിംസ ഞങ്ങൾ ചെയ്തുള്ളത് ഐശ്വര്യമതം നിമിത്തം. ഐശ്വര്യമതം കൊണ്ട് സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ച് ഞങ്ങൾ എന്തെല്ലാം പാപങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ ഇനി ജനിക്കാതെ കണ്ടിരിക്കാൻ, അഹങ്കാരം ഞങ്ങളെ മതിക്കാതെ കണ്ടിരിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണം എന്നാ.
പണ്ടത്രയാം ലോകവിഹിംസ ഞങ്ങൾ ചെയ്തുള്ളത് ഐശ്വര്യമതം നിമിത്തം തെളിഞ്ഞ് അതേ ഞങ്ങളിതാ ഭജിപ്പൂ. ഇപ്പം ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. തെളിഞ്ഞ് അതേ ഞങ്ങളിതാ ഭജിപ്പൂ. അന്ന് ഐശ്വര്യമതം കൊണ്ട് സ്വർഗപ്രാപ്തിയാണ് ശരിയെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ച് ചെയ്തിട്ടുള്ളതൊക്കെ പുറത്ത് മാപ്പ് തരണം. അതേ ഞങ്ങളിതാ ഭജിപ്പൂ മഹാപ്രഭോ നിൻ ചരണാരവിന്ദം. ഇപ്പം ഞങ്ങൾ അങ്ങയുടെ തിരുപാദ പത്മങ്ങളെ ഭജിക്കണം. മതങ്ങളൊട്ടാകെ അകന്നിടാൻ നീ അനുഗ്രഹിച്ചിടുകയാൽ ഈ വണ്ണം. ഇപ്പം അങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങളൊരു ദൂതനെ അയച്ചു, അങ്ങ് വന്നു, ഞങ്ങളെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിച്ചു. ഇനി ഞങ്ങൾ തെറ്റാവർത്തിക്കില്ല. ഇനി ഞങ്ങൾക്ക് അങ്ങയുടെ തിരുപാദപത്മങ്ങളല്ലാതെ കൊണ്ട് വേറെ ശരണമില്ല. രോഗത്തിനെല്ലാം വിളഭൂമി. ഈ ശരീരം എന്താ? രോഗത്തിനെല്ലാം വിളഭൂമി എന്നും ക്ഷയിപ്പത് ഈ മാതിരിമർത്യദേഹം. ഈ ശരീരം പലതരം രോഗങ്ങൾക്ക് വിളഭൂമിയാണ്. അപ്പം ലൗകികാസക്തി കാരണം ഞങ്ങളത് ത്വരിതപ്പെടുത്തി. ഇത് ഈ മാതിരി മർത്യദേഹം ലാളിച്ചു മിനുക്കി മാത്രം കൃതാർത്ഥനായി വാഴുകയാം വിമൂഢൻ. ഈ ശരീരത്തെ ലാളിച്ച് തരുണി, ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ ലാളിച്ചു മിനുക്കി മാത്രം കൃതാർത്ഥനായി വാഴുകയാം വിമൂഢൻ. നിൻ പാദപങ്കേരുഹ ഭക്തി നേടാൻ കൈവന്നൊരു ദേഹം ഇത് ഞങ്ങൾ മേലാൾ പാഴാക്കുകയില്ല. ഇങ്ങനെ വാക്കിൽ മാത്രം കാണും സുഖം തേടിയൊരൊറ്റ നാളും. ഇനി ഞങ്ങൾ ദിവസം ബത കളയരുതാരും. ദിവസം, സെക്കൻഡ് ഇനി ഞങ്ങൾ ഇതേപോലെയുള്ള ദുർദശകളെ ഞങ്ങൾ മാനിക്കാണ്ട് പോയിക്കോളാം. നിൻ പാദപങ്കേരുഹ ഭക്തി നേടാൻ കൈവന്നൊരു ദേഹമിത്. അതായത് ഈ ശരീരം എന്തിനുള്ളതാണ്? ഭഗവാന്റെ പാദപത്മങ്ങളെ ഇടവിടാതെ കണ്ട് സേവിക്കാനുള്ളതാണ്. അതറിയാതെ കണ്ട് മേലാൽ പാഴാക്കുകയില്ല. ഇങ്ങനെ വാക്കിൽ മാത്രം പാഴ്വാക്കുകൾ പറഞ്ഞ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യില്ല? തെറ്റ് ചെയ്യില്ല. കാണും സുഖം തേടി ഒരൊറ്റ നാളും. 32ാമത്തെ ശ്ലോകം ഗംഭീരം. എങ്ങെങ്ങു ചെന്ന് ഞങ്ങൾ ജനിക്കലും. ഇനി ഞങ്ങൾ എവിടെ പോയി ജനിക്കുകയാണെങ്കിലും നിൻ പാദാംബുജ പ്രേമമകന്നിടായ്വാൻ. ഭഗവാന്റെ തിരുപാദപത്മങ്ങളോടുള്ള അനിരത സാധാരണമായ പ്രേമം ഉണ്ടാവാൻ, അകന്നിടായ്വാൻ ഉപായം ഒന്ന് ആ വിധം ഓർത്തു ചൊല്ലിത്തരേണം. അമ്പേറിടും അംബുജാക്ഷ. കരുണാസാഗരനായ അങ്ങ് ഞങ്ങളോടൊരിറ്റ് സ്നേഹം കാണിച്ച് വരും ദിവസങ്ങളിൽ അങ്ങയുടെ തിരുപാദ ഭക്തി ഇല്ലാത്തൊരു നേരം ഞങ്ങൾ അനുഭവിക്കരുത്. അതിന് ദയ കാണിക്കണം എന്നാണ് പറഞ്ഞത്. എങ്ങെങ്ങു ചെന്നു ഞങ്ങൾ ജനിക്കലും നിൻ പാദാംബുജ പ്രേമമകന്നിടായ്വാൻ ഉപായമൊന്ന് ആ വിധമോർത്തു ചൊല്ലിത്തരേണം. അമ്പേറിടും അംബുജാക്ഷ. ഇനി ആ ഒരു സർഗത്തിൽ അവസാനത്തെ ശ്ലോകം 33. മുകുന്ദ ഗോവിന്ദ ഹരേ മുരാരേ വൈകുണ്ഠലോകാലയ വിഷമൂർത്തേ. മുകുന്ദ ഗോവിന്ദ ഹരേ മുരാരേ വൈകുണ്ഠലോകാലയ വിഷമൂർത്തേ. നിരീഹലോകാദരണീയ കീർത്തേ. നിരീഹലോകാദരണീയ കീർത്തേ.
നിതാന്ത വാത്സല്യനിധേ നമസ്തേ. നിതാന്ത വാത്സല്യനിധേ നമസ്തേ. എന്തൊരു ചാതുര്യമുള്ള ശ്ലോകമാണ്, ആലോചിച്ച് നോക്കൂ. മുകുന്ദ ഗോവിന്ദ ഹരേ മുരാരേ വികുണ്ഡലോകാലയ വിശ്വമൂർത്തേ നീരീഹലോകാദരണീയ കീർത്തേ നിതാന്ത വാത്സല്യനിധേ നമസ്തേ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ അഷ്ടസപ്ത്യധികശതതമസർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് 179 സർഗം. രാജാക്കന്മാർക്ക് ഭഗവാന്റെ ഉപദേശം. ഈ ഉപദേശങ്ങളൊന്നും പറയാതെ കേൾക്കാണ്ട് പോയാൽ നഷ്ടം. ആലോചിച്ച് നോക്കൂ. മുക്തരായി അതിസന്തോഷം പൂണ്ട് ഈ വണ്ണം സ്തുതിക്കവേ. അപ്പോൾ ഈ 20,800 രാജാക്കന്മാരും മുക്തരായി അതിസന്തോഷം പൂണ്ട് ഈ വണ്ണം സ്തുതിക്കവേ മുകുന്ദൻ അരുളി ചെയ്താൻ അമ്പാർന്ന് ആശ്രിതവത്സലൻ. ഇന്നു തൊട്ട് ഇനി വിഘ്നങ്ങൾ വരാ ഭക്തിക്ക് നിങ്ങളിൽ മിന്നും മേന്മേൽ അത് ആത്മാവാം എന്നിൽ ഇച്ഛിച്ച മാതിരി. ആത്മാവിനെ ഇച്ഛിച്ചാൽ മാത്രമാണ് മോക്ഷം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായോ? നിങ്ങൾ 4, 5, 6, 7 മണിക്കൂർ പോയി ക്യൂ നിൽക്കണ്ട, എവിടെയും പോയി ക്യൂ നിൽക്കണ്ട. ഇന്ന് തൊട്ട് ഇനി വിഘ്നങ്ങൾ വരാം ഭക്തിക്കു നിങ്ങളിൽ മിന്നും മേന്മേൽ അത് ആത്മാവാം എന്നിൽ ഇച്ഛിച്ച മാതിരി. ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ് എന്ന് നിങ്ങൾക്ക് ബോധം വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. നിങ്ങളോദിയതാം സത്യം കാൺമൂ നാം എങ്ങും ആവിധം. നിങ്ങൾ ഇതുവരെ എന്നെ സ്തുതിച്ച വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, സത്യമാണത്. നിങ്ങൾ ഓതിയതാം സത്യം കാൺമൂ നാം എങ്ങും ആവിധം. ഐശ്വര്യാദികളാൽ മണ്ണിൽ മിക്ക പേരും കെടുന്നതായി. ഐശ്വര്യം വന്നാൽ സ്വയം നശിക്കും. അപ്പം ഐശ്വര്യങ്ങൾ പ്രേയസിയാവരുത്, പിന്നെയോ ശാശ്വതമായിട്ടുള്ളതായിരിക്കണം, ശ്രേയസ്സായിരിക്കണം, പ്രേയസ്സായിരിക്കരുത്. നിങ്ങളോദിയതാം സത്യം കാൺമൂ നാം എങ്ങും ആവിധം. ഐശ്വര്യാദികളാൽ മണ്ണിൽ മിക്ക പേരും കെടുന്നതായി. കാർത്യവീരാർജുനൻ, ഭഗവാൻ ഉദാഹരണങ്ങൾ പറയാം. കാർത്യവീരാർജുനൻ, വേനൻ, നഹുഷൻ, ദശകന്ധരൻ, രാവണൻ തുടർന്ന പല മാന്യന്മാർ ഐശ്വര്യപ്രാപ്തി കാരണം. ശിശുപാലൻ, ദന്തവക്ത്രൻ, ഇവരുടെയൊക്കെ പേര് പറയണം. പിന്നെ സമന്തകമണിയുള്ള ആള്, ഇങ്ങനെ പലതരത്തിലും. കാർത്യവീരാർജുനൻ, വേനൻ, നകുഷൻ, ദശകന്ധരൻ തുടർന്ന പലമാന്യന്മാർ ഐശ്വര്യപ്രാപ്തി കാരണം അധപ്പതിച്ചു മനുജൻ കരുതേണം എത്രയും. ഒട്ടുനാൾ മാത്രം ഈ വണ്ണം കാണും പതിവയൊക്കെയും. കുറച്ച് കാലത്തിനാണ് ഈ MLA MP അല്ലേ, വില്ലേജ് ഓഫീസർ, ഡെപ്യൂട്ടി കളക്ടർ എന്നുള്ളതൊക്കെ താൽക്കാലികമാണ്. അതപ്പതിച്ചു മനുജൻ കരുതേണം അതത്രയും. ഒട്ടുനാൾ മാത്രം ഈ വണ്ണം കാണും പദവിയൊക്കെയും. ശരീരം പോലും ഇവിടം പൊട്ടുപോകേണ്ടതല്ലയോ. ശരീരം പോലും ഇവിടം വിട്ടുപോകേണ്ടതല്ലയോ. ഉണ്ടാവതെ നശിച്ചിടും എന്നോർത്തേതു മട്ടിലും. ഉണ്ടാവത്, കാശുണ്ടായാൽ നശിക്കും, ശ്രേയസ് നശിക്കില്ല, പ്രേയസ് നശിക്കും. ബാഹ്യമായ പദവികളൊക്കെ നഷ്ടം വരും, എത്ര വലിയ ആളാണെങ്കിലും. പിന്നെ എക്സ് പ്രൈം മിനിസ്റ്റർ, എക്സ് ചീഫ് മിനിസ്റ്റർ, എക്സ് ഗവർണർ, എക്സ് പ്രസിഡൻ്റ് എന്നൊക്കെ പറയുള്ളൂ, എക്സ് ചീഫ് ജസ്റ്റിസ്. അപ്പോൾ എക്സ് ആവാത്തത് വരെ നന്നായിട്ട് ജീവിക്കണം. അടിച്ചു പൊളിച്ചിട്ടല്ല ജീവിക്കേണ്ടത്, ശ്രേയസ്സിന് വേണ്ടി ജീവിക്കണം, അനശ്വരമായ കീർത്തിക്ക് വേണ്ടി ജീവിക്കണം. ശരീരം പോലും
ഇവിടം വിട്ടുപോകേണ്ടതല്ലയോ, ഉണ്ടാവത് നശിച്ചേണം എന്നോർത്ത് ഏതേതു മട്ടിലും മതം ബാധിച്ചിടായക ഉള്ളിൽ ആവിധം ഭക്തിപൂർവകം. മതം അതായത് കാമ ക്രോധ മത മത്സര ലോഭ ഭയാദികൾ മാറി നിന്നാൽ മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ. ഭക്തിയുടെ പ്രീറിക്വസിറ്റാണ് മതം ബാധിച്ചിടായക ഉള്ളിൽ ആവിധം. ഭക്തിപൂർവകം സർവവും യജ്ഞരൂപത്തിൽ എന്നിൽ അർപ്പിച്ചും എത്രയും സർവവും യജ്ഞരൂപത്തിൽ. നാമാർച്ചന, അതിനേക്കാൾ വലിയൊരു യജ്ഞമില്ല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവവും നാമാർച്ചന യജ്ഞരൂപത്തിൽ എന്നിൽ അർപ്പിച്ചും എത്രയും ധർമ്മപ്രകാരം രാജ്യത്തെ രക്ഷിച്ചും അണുകൊള്ളുവിൻ. ധർമ്മപ്രകാരം രാജ്യത്തെ രക്ഷിച്ചും വാണുകൊള്ളുവിൻ. വൈരാഗ്യം അത് ഉജ്ജ്വലമാം വരയ്ക്കും തൽ ഗൃഹാശ്രമം വെടിഞ്ഞ് പോകായം മട്ടും. വൈരാഗ്യം വരാതെ കണ്ട് ഗൃഹസ്ഥാശ്രമം തള്ളിപ്പോരുതെന്ന്. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ വൈരാഗ്യത്തോടു കൂടിയിട്ട് വേണം വാനപ്രസ്ഥം ചെയ്യാൻ. വെടിഞ്ഞ് പോകാകയം മട്ടും ആത്മോദ്ധാരണകാംക്ഷികൾ ആത്മാവെ ഉദ്ധരിക്കുക. അവരവരുടെ ഉള്ളിലുള്ള ആത്മാവിനെ സ്വയം ജ്യോതിസ്ഗോളമായ സ്വയം ജ്യോതിസായിരിക്കുന്ന ചൈതന്യത്തിനെ അറിയാണ്ട് പോരുത്. കർപ്പൂരാഴി വേണം, പക്ഷെ ഉള്ളിലുള്ള കർപ്പൂരാഴിയെ അറിയണം. നെയ്യ് വിളക്കാണോ, വെളിച്ചെണ്ണയാണോ, നല്ലെണ്ണയാണോ, മഞ്ഞളിൽ മുക്കിയ തിരിയാണോ, ഇപ്പോൾ അതൊക്കെയാണ് എല്ലാവർക്കും കേമം ഇല്ലേ. മണ്ഡല വിളക്കായാൽ ഗുരുവായൂർ ഏകാദശി വിളക്കായാൽ ഇതൊക്കെയാണ്. ആരാണ് കാലത്ത് ശിവേലിക്ക് പ്രമാണം? ഉച്ച തിരിഞ്ഞിട്ട് ആരാണ്? രാത്രി ആരാണ്? കാശുണ്ടെങ്കിൽ ആരാണെങ്കിലും മാറി മാറി വരും. മാറാതെ കണ്ട് സ്വതസിദ്ധമായി ഇത് ആസ്വദിക്കുന്ന നിത്യ ചൈതന്യ പൊരുളായിരിക്കുന്ന ഭഗവാനെ നമ്മൾ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? വെടിഞ്ഞു പോകായമ്മട്ടും അത് ആത്മോദ്ധാരണകാംക്ഷികൾ ബ്രഹ്മചര്യാദിശീലിപ്പാനതൊരു അഭ്യാസശാലയായി. അഭ്യാസശാല, ജിംനാസ്റ്റിക് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതേപോലെ ബ്രഹ്മചര്യാദിശീലിപ്പാനതൊരു അഭ്യാസശാലയായി. ഒരു കുട്ടി പിറന്ന് 25 വയസ്സ് വരെ ബ്രഹ്മചാരി ആയിരിക്കണം. അതിന് അഭ്യാസശാലയാണ് ഈ ശരീരം. ധർമ്മങ്ങൾ ചെയ്യാൻ ഗൃഹസ്ഥാശ്രമമാണ് ഈ ശരീരം. വാനപ്രസ്ഥം 25 വർഷം സന്യാസം ചെയ്യാനുള്ളതാണ് ഈ ശരീരം. ഈ ശരീരാന്തർഗതമായ ശരീരത്തിൽ കൂടസ്ഥനായി ശരീരത്തിൽ സർവജീവ ഗുഹാശനായിരിക്കുന്ന പരമ്പൊരുളിനെ അറിയാതെ കണ്ട് ഏത് വിഗ്രഹത്തെ പൂജിച്ചിട്ടും കാര്യമില്ല. പുറമെ കാണുന്ന വിഗ്രഹങ്ങളൊക്കെ എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ പ്രതിബിംബമായി കണക്കാക്കാൻ സാധിക്കണം. അപ്പോൾ പറയണു, വെച്ചു തന്നെ പുലർത്തിക്കൊള്ളേണം. എന്താണ്? ബ്രഹ്മചര്യാദിശീലിപ്പാനതൊരഭ്യാസശാലയായി വെച്ചു തന്നെ പുലർത്തിക്കൊള്ളേണം സാമാന്യം ഏവരും, എല്ലാവരും. ഋഷഭാഭിമഹാത്മാക്കളുടെ ഗാർഹസ്ഥ്യ ജീവിതം. ഋഷഭാവതാരം, ഭഗവാന്റെ ഋഷഭാവതാരം. ഋഷഭാദി മഹാത്മാക്കളുടെ ഗാർഹസ്ഥ്യ ജീവിതം ലോകം കണ്ടുപഠിക്കണം. അത്യന്തം ഉപകാരപ്രദമായ രീതിയിൽ ജീവിച്ചവരെ എക്സാമ്പിളാക്കി കാണണം. അത്യന്തം ലോകം കണ്ടുപഠിക്കണം. അത്യന്തോപകാരമാം പരിഭാവനവും കൂടിയല്ലയോ നിങ്ങൾ ആ വിധം പരിഭാവനമായ അവസ്ഥയിലായിരിക്കണം എന്നാണ് പറഞ്ഞത്. പരിഭാവനം സൽസന്താനങ്ങളാൽ മണ്ണിൽ വംശത്തെ നിലനിർത്തിയും
സൽസന്ധാനങ്ങളാൽ മണ്ണിൽ വംശത്തെ നിലനിർത്തിയും ലാഭം നഷ്ടം സുഖം ദുഃഖം നന്മ തിന്മ ജയം വരുന്നതേതിലും മങ്ങാതെ അവയെല്ലാം ഒരേ തരം സർവേശ്വരൻ്റെ കരുണയ്ക്കെഴും രൂപാന്തരങ്ങളായി. സർവേശ്വരൻ്റെ കരുണയ്ക്കെഴും രൂപാന്തരങ്ങളായി. ലാഭം നഷ്ടം സുഖം ദുഃഖം നന്മ തിന്മ അജയം നന്മ തിന്മ അജയം വരുന്നേതിലും മങ്ങാതെ അവയെല്ലാം ഒരേ തരം സർവേശ്വരൻ്റെ കരുണയ്ക്കെഴും രൂപാന്തരങ്ങളായി. കണ്ടുകൊണ്ട് ആത്മലാഭത്താലുള്ളിൽ ആനന്ദമേന്തിയും. എന്തപ്പത്? അവയ്ക്കെഴും രൂപാന്തരങ്ങളായി കണ്ടുകൊണ്ട് ആത്മലാഭത്താലുള്ളിൽ ആനന്ദമേന്തിയും. ആത്മാനന്ദം എവിടെ വേണ്ടത്? ഉള്ളിൽ. സ്നേഹം എവിടെ വേണ്ടത്? ഉള്ളിൽ. നഷ്ടബോധമില്ലായ്മ എവിടെ വേണ്ടത്? ഉള്ളിൽ. പിന്നെയോ കണ്ടുകണ്ട് ആത്മലാഭത്താലുള്ളിൽ ആനന്ദമേന്തിയും ലോകകാര്യങ്ങളിൽ തങ്ങി മനസ്സു പതറാതെയും. ലോകകാര്യങ്ങളിൽ തങ്ങി മനസ്സ് പതറാതെയും ഭഗവത് ശരണാംബോജ മുഖ്യലക്ഷ്യം വിടാതെയും. മുഖ്യലക്ഷ്യം എന്താ? ഭഗവത് ശരണാംബോജം മുഖ്യലക്ഷ്യം വിടാതെയും രണ്ടിനും മുരടായി മിന്നും. രണ്ടിനും മുരടായി മിന്നും. വേര് നാരായ വേര് ധർമ്മത്തിനും അധർമ്മത്തിനും. രണ്ടിനും മുരടായി മിന്നും സത്സംഗത്തിലൂന്നിയും. സത്സംഗമില്ലാതെ കണ്ട് വേറൊരു കാര്യം ഉണ്ടാവില്ല. സർവേശ്വരനുഹിതമാം. ഞാനും നിങ്ങൾ എന്ത് ചെയ്യണു? അത് സർവേശ്വരന് ഹിതമാവണം. അതിനാണ് ധർമാധർമ്മങ്ങൾ എന്താണെന്ന് അറിയണം. സർവേശ്വരനുഹിതമാം വിധം ജീവിക്കലത്രയും സുഖമാം മട്ടിൽ എന്നെത്താൻ പ്രാപിക്കും നിങ്ങൾ നിശ്ചയം. അപ്പോൾ ബ്രഹ്മമായി വിളങ്ങുന്ന തൻ്റെ അകത്തുള്ള പരമ്പൊരുളിനെ പ്രീതിപ്പെടുത്തുക. സർവേശ്വരനുഹിതമാം വിധം ജീവിക്കിൽ എത്രയും സുഖമാം മട്ടിൽ എന്നെത്താൻ പ്രാപിക്കും നിങ്ങൾ നിശ്ചയം. ഈ ഒരു ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമ്മൾക്ക് ഇന്നത്തെ ശ്രീകൃഷ്ണ കഥാമൃതം അവസാനിപ്പിക്കാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.